നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിലാക്കാനായി നമുക്ക് മറ്റൊരു വഴി സ്വീകരിക്കേണ്ടതുണ്ട്. ഏത് വഴി? ഈ ജലം ഇയാൾക്ക് കുടിക്കാൻ കൊടുത്താൽ എല്ലാ സത്യവും പുറത്തേക്ക് വരും. ഇനി താൻ പറയേ, ആ ഏഴാമത്തെ ആത്മാവിനെ താൻ എങ്ങനെയാണ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? പറയൂ, ആ ജീവൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? തെളിച്ചു പറയേ. എന്ത് ഏലസ? എന്ത് ഏലസ്? അഷ്ടചതുർകോണ ഏലസ്. ആ ഏലസ് അവന്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം നന്ദന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ഗുരു എനിക്ക് സമ്മാനിച്ച ഏലസ് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും. നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലും നടക്കില്ല. ഓഹോ, ആ ഏലസ് അവർക്ക് കെട്ടിക്കൊടുത്തിട്ടാണല്ലേ ആ ജീവൻ നിങ്ങൾ രക്ഷിച്ചെടുക്കുന്നത്? സഭ, ഇതിനു ശേഷം എന്തു ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വാ വാം. Excuse me, Rishi. May I come in? Come in. Anamika, please take a seat. Thanks. എന്താ ഋഷി, എന്തിനാ വിളിച്ചത്? ഒന്നുമില്ല, ഇപ്പോഴെല്ലാം സൗന്ദര്യം കുറച്ച് കൂടുന്നുണ്ട്. അതാ അതിനൊരു കോംപ്ലിമെന്റ് തരാൻ വേണ്ടി വിളിച്ചതാ. ഹേയ്, ജസ്റ്റ് കിഡിങ്. ആക്ച്വലി ക്ലയൻസ് പറഞ്ഞ കറക്ഷൻസിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തോ? ഇന്ന് ഈവനിങ് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. ആ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഋഷി. ആക്ച്വലി എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ, ഇത്രയും സൗന്ദര്യം വിവരമൊക്കെ ഉണ്ടായിട്ട് എന്തിനാ അനാമികയെ ആ നന്ദേനെ പോയി പ്രേമിച്ചത്? അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ 1000 ഏഞ്ചൽസ്. ഋഷി, ഋഷി, എന്തുപറ്റി? ഞാനിവിടെ പറയുന്നതൊന്നും ഋഷി കേട്ടതേ ഇല്ലെന്ന് തോന്നല്ലോ. സംസാരിച്ചായിരുന്നോ? എനിക്കെന്തോ 100 വയലിൻ വെച്ച് സിംഫണി വായിച്ച പോലെ തോന്നി. വെറുതെ ഇങ്ങനെ ജോക്ക് അടിക്കല്ലേ ഋഷി. ചേച്ചേ, ഐ എം സീരിയസ്. ഒരു കാര്യം ചെയ്, നീ തന്നെ ആനിമേഷൻ ക്യാരക്ടറിന് വോയിസ് കൊടുത്തേക്ക്. നല്ല സ്വീറ്റ് ആയിരിക്കും. Are you sure? Sure. ആക്ച്വലി നന്ദ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ഹീറോയ്ക്ക് അവനും ഹീറോയിന് ഞാനും വോയിസ് കൊടുത്താൽ നന്നാവുന്ന അവൻ പറഞ്ഞത്.
ഫൈൻ. എന്തായാലും ഇപ്പോ ഋഷിയുടെ അപ്രൂവൽ തന്നെ കിട്ടിയല്ലോ. സോ ഞങ്ങൾ തന്നെ വോയിസ് കൊടുത്തോളാം ഋഷി. വൺ സെക്കൻഡ്. ഹലോ ഹലോ അനാമിക. ആ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? അത് ഞാനല്ല ചോദിക്കണ്ടേ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നു? പ്രോജക്റ്റ് അല്ലേ? ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിന്റെ സംസാരം കേട്ട എനിക്കറിയാം നീ ഓഫീസിലാ ഉള്ളതെന്ന്. ആ അതെ. ഒന്നുമില്ല മോളെ, ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ ആണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. ആ അങ്ങനെയാണോ? കൺഗ്രാറ്റുലേഷൻസ്. അങ്കിളും കൂടെ ഉണ്ടോ? ആ അവരില്ലാതെ എങ്ങനെയാ? ദാ, ഞാൻ കൊടുക്കാം. ഇന്ന കൺഗ്രാറ്റുലേഷൻസ് അങ്കിൾ. ഹാപ്പി ആനിവേഴ്സറി. നോക്ക്, അങ്ങനെയൊന്നും സിമ്പിൾ ആയിട്ട് പറഞ്ഞ് നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. നീയും നന്ദയും ഒരുമിച്ച് തന്നെ അമ്പലത്തിൽ വന്നേ പറ്റൂ. ഇന്ന് ഫുള്ള് ഞങ്ങളുടെ ഒപ്പായിരിക്കും നിങ്ങൾ. പറഞ്ഞേക്കാം. അങ്കിൾ. എന്റെ മോളെ, സ്വന്തക്കാരോ ബന്ധുക്കാരോ കുട്ടികളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോഴേ ഞങ്ങളുടെ കുട്ടികളെ പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട് മോളെ. നിങ്ങൾ രണ്ടുപേരും വന്നാലേ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് പറഞ്ഞതാ. എന്താ അങ്കിൾ, ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഏത് അമ്പലത്തിലാണെന്ന് പറഞ്ഞാ വരാം. നിങ്ങളുടെ കല്യാണം നടന്നില്ലേ, അതേ അമ്പലത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ഞങ്ങൾ എന്തായാലും ഉണ്ടാവും. ഓക്കെ അങ്കിൾ, ഞാൻ വരാം. ആഹാ, നീ മാത്രല്ല മോളെ, നന്ദയും ചേർത്തിട്ട് വരാൻ പറഞ്ഞേക്കാം. സമ്മതിച്ചല്ലോ? ആ ശരി അങ്കിൾ, ബൈ. ആ വരാന്ന് പറഞ്ഞോ? ആരാ അനാമിക? എന്റെ ഫാമിലി ഫ്രണ്ടാ. ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണത്രേ. അതുകൊണ്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കാം. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് പെർമിഷൻ. അതിനെന്താ, എപ്പോ വേണമെങ്കിലും പൊക്കോ. എന്നാ പിന്നെ ഞാൻ തന്നെ നിന്നെ ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ ഋഷി. നന്ദി ഇങ്ങോട്ട് പോകുമ്പോ ഋഷി വന്നാ ശരിയാവില്ല. ഋഷി. എന്താ അനാമിക? കുഴപ്പമില്ല ഋഷി, ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കോളാം. ഋഷിക്ക് ഇന്ന് ഈവനിങ് ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞതല്ലേ. ഞാൻ പോയിക്കോളാം. നമുക്ക് നാളെ കാണാം. ഓക്കെ. ഓക്കെ. താങ്ക് യു ഋഷി, താങ്ക് യു സോ മച്ച്. ബൈ. അനാമിക. ഹലോ, പറയാ അനാമിക. എവിടെയാ നീ? ഞാൻ ദേ ഓഫീസിലേക്ക് വരുന്ന വഴിയാ, ഇപ്പൊ എത്തും. ഇങ്ങോട്ട് വരണ്ട. നീ നേരെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ക്ഷേത്രത്തിലേക്ക് വന്നാ മതി. ക്ഷേത്രത്തിലേക്കോ? എന്തിന്? എന്താ വീണ്ടും അവിടെ വെച്ച് നമ്മുടെ കല്യാണം നടത്താൻ പോവാണോ? നല്ല തമാശ. അങ്കിളുടെ ആന്റിയുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ആണ് ഇത്ര ഇന്ന്. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്. ശരി, ഓക്കെ. വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. ശരി, ബൈ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അങ്കിൾ. ഹാപ്പി ആനിവേഴ്സറി ആന്റി. താങ്ക് യു. എന്തായാലും വിളിച്ചപ്പോ വന്നല്ലോ, അത് മതി. അങ്കിൾ, എന്നോട് ഇതിന് താങ്ക്സ് ഒക്കെ പറയുന്നേ, ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ? അതൊക്കെ ഇരിക്കട്ടെ. നന്ദ എവിടെ? ദേ വന്നോണ്ടിരിക്കാം. ഇങ്ങ് വന്നേ. പിന്നെ നന്ദ എന്താ പറഞ്ഞേ? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? ബുദ്ധിയില്ല നിനക്ക്, ഓരോ ചോദ്യങ്ങളായിട്ട് വന്നേക്കുന്നു. അത് പിന്നെ ഈ കൊച്ചിന്റെ മുഖം കണ്ടറിഞ്ഞുകൂടെ നിനക്ക് സെറ്റായി എന്നുള്ളത്. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാ തുടങ്ങാനായിട്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടോ. തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളും, സ്മൂത്തായി എല്ലാം ശരിയായിക്കോളും. വാ മോളെ, നീ ഇങ്ങ് വാ. അനുഭവമായി പറയുന്നേ. അനാമിക,
നിങ്ങൾ രണ്ടുപേരും സന്തോഷായിരിക്കുമ്പോഴാ ഞങ്ങൾക്ക് സന്തോഷാവുള്ളൂ. അതൊക്കെ പോട്ടെ, മോളുടെ കല്യാണക്കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്കിൾ. അതിനെ പറ്റിയൊരു സാഹചര്യം വരുമ്പോ പറയാന്ന് വെച്ചിട്ടിരിക്കായിരുന്നു. അതൊന്നും കുഴപ്പമില്ല മോളെ. പറയാൻ ധൃതി കൂട്ടി വെറുതെ വിഷമിക്കാൻ ഇടവരുത്തണ്ട. അതിന്റെ നേരവും കാലവും ഒക്കെ നോക്കി പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. നീ ഒന്നും പേടിക്കണ്ട മോളെ, എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അങ്കിൾ, എനിക്കൊരു ഡൗട്ട്. ഇതെങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും പോസിറ്റീവ് എനർജിയിൽ ഇരിക്കുന്നത്? അങ്ങനെ ചോദിക്കേ.